ഹലോ, വെൽക്കം ടു ബെൻസിൽ റാങ്ക് ബൂസ്റ്റർ സീരീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കോർഡിനേഷൻ സ്പെക്ട്ര എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓർഗൽ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 2025 കഴിഞ്ഞ 2025 ഗേറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ദി UV വിസിബിൾ സ്പെക്ട്രം ഓഫ് NiEn thrice 2+ shows an absorption maximum at 11,200 cm, 8,350 cm, 29,000 cm inverse. Match the following എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഓർഗൽ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ MSc ബേസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് എക്സാമുകളിൽ സ്ഥിരം ചോദ്യമാണ്. ഓർഗൽ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഓർഗൽ ഡയഗ്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് NiEn thrice 2+, ഇതാണ് നമ്മുടെ മോളിക്യൂൾ. അപ്പോൾ നിക്കൽ നമ്മൾ എന്ത് ചെയ്യണം? നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. നിക്കൽ എന്താണ്? നിക്കൽ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ S2D8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം ഓരോ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം നിക്കലിൻ്റെത് S0D8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിക്കൽ 2+ ആണെങ്കിൽ എന്താ വരിക? നിക്കൽ 2+ ആണെങ്കിൽ S0D8 വരും. അപ്പോൾ നമുക്ക് D8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. അപ്പോൾ D8 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ ആക്ച്വലി ഈ പ്രോബ്ലം ചെയ്യണത് ഇങ്ങനെയാണ്. നമ്മൾ ടേം സിമ്പിൾ കണ്ടുപിടിക്കണം. ടേം സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഓർഗൽ ഡയഗ്രത്തിലേക്ക് എത്തേണ്ടത്. അപ്പം ഞാനിവിടെ ടേം സിമ്പിളും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഓർഗൽ ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് ഈ ആൻസറിലേക്ക് എങ്ങനെ എത്താമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, നമുക്ക് ഓർഗൽ ഡയഗ്രാം എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്രയാണ്. UV വിസിബിൾ സ്പെക്ട്രം ഓഫ് UV വിസിബിൾ സ്പെക്ട്രത്തിനാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇപ്പോൾ UV വിസിബിൾ സ്പെക്ട്രത്തെ പറ്റിയാണ് ചോദ്യം വന്നതെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലാണ് പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒന്നുകിൽ നമ്മൾ ഓർഗൽ ഡയഗ്രം വേണം, അല്ലെങ്കിൽ നമ്മൾ ടണാബേ സുഗാർണ ഡയഗ്രം ഉപയോഗിക്കണം. ഇപ്പോൾ ഇവിടെ എപ്പോഴാണ് ടണാബേ സുഗാർണ ഡയഗ്രം ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഓർഗൽ ഡയഗ്രം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ടണാബേ സുഗാർണ ഡയഗ്രം ഉപയോഗിക്കുന്നത് ലോ സ്പിൻ കോംപ്ലക്സുകൾ വരുമ്പോൾ, അതായത് സ്ട്രോങ് ഫീൽഡ് കോംപ്ലക്സുകൾ വരുമ്പോൾ നമ്മൾ ടണാബേ സുഗാർണ ഡയഗ്രാം ഉപയോഗിക്കേണ്ട, ഓർഗൽ ഡയഗ്രാം അല്ല. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഓർഗൽ ഡയഗ്രാം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലത്തെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഓർഗൽ ഡയഗ്രാം വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഓർഗൽ ഡയഗ്രാം നമുക്ക് രണ്ട് രീതിയിലാണ് ഓർഗൽ ഡയഗ്രാം ഉണ്ടാവുക. ഇതിൽ ഈ ഓർഗൽ ഡയഗ്രാം ഏതെല്ലാം സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്? F ടേം വരുന്ന സിറ്റുവേഷനാണ്. F ടേം ആണ് ഈ ഓർഗൽ ഡയഗ്രത്തിൽ നമ്മൾ F ടേമിൻ്റെ സ്പ്ലിറ്റിംഗ് വെച്ചിട്ടാണ് ഈ ഓർഗൽ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ F ടേമിൻ്റെ സ്പ്ലിറ്റിംഗ് വരുന്ന ഓഫ് ടേം വരുന്നത് ഏതെല്ലാം സിസ്റ്റത്തിനാണ്? D2, D3, D7, D8 ഇത്രയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരികയാണെങ്കിൽ നമ്മൾ ഈ ഓർഗൽ ഡയഗ്രാമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതല്ലാതെ ഒരു ഓർഗൽ ഡയഗ്രാം കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. അതെന്താണ്? ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെ ഒരു ഓർഗൽ ഡയഗ്രാം കൂടി ഉണ്ട്. ഇത് നമ്മൾ T2G EG എന്ന് പറയും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട്, EG T2G. ഈ ഓർഗൽ ഡയഗ്രാം ഏതെല്ലാം സിസ്റ്റത്തിനാണ്? D1, D6, D4, D6, D9 ഈ സിസ്റ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ടേം D ആണ് കിട്ടുക. D ടേം കിട്ടുകയാണെങ്കിൽ D ടേമിൻ്റെ ഓർഗൽ ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. ഈ ഓർഗൽ ഡയഗ്രത്തിന് തന്നെ നമ്മൾ ഓർഗൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതിൽ ഞാൻ നടുക്കൊരു സെപ്പറേഷൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡ് ഒരു രീതിയും ലെഫ്റ്റ് സൈഡ് വേറെയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഇതിൻ്റെ ഈ ഡയഗ്രത്തിൻ്റെ റൈറ്റ് സൈഡ് D1, D6 ഒക്ടാഹീഡ്രൽ, അതേപോലെ D4, D9 ടെട്രാഹീഡ്രൽ. ഇതാണ് നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡ്. ഈ ഓർഗൽ ഡയഗ്രത്തിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ D1, D6 ഒക്ടാഹീഡ്രൽ കേസിലും D4, D9 ടെട്രാഹീഡ്രൽ കേസിലുമാണ്. ലെഫ്റ്റ് സൈഡ് എന്താണ് ഉപയോഗിക്കേണ്ടത്? D4, D9 ഒക്ടാഹീഡ്രലും D1,
D6 ടെട്രാഹൈഡ്രൽ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഓർഗൽ ഡയഗ്രത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓർഗൽ ഡയഗ്രാം. അത് ഡി ടേമിൻ്റെതാണ്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടത് എഫ് ടേമിൻ്റെ ഓർഗൽ ഡയഗ്രാമാണ്. നമുക്ക് വിശദമായിട്ട് എഫ് ടേമിലേക്ക് കടക്കാം. അപ്പം ഇതാണ് എഫ് ടേമിൻ്റെ ഓർഗൽ ഡയഗ്രാം. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഈ ഓർഗൽ ഡയഗ്രത്തിൻ്റെ റൈറ്റ് സൈഡ് എന്താണ്, D2 D7 ഒക്ടാഹൈഡ്രലും. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, NiEn ത്രൈസ് ആണ്. അപ്പോൾ NiEn ത്രൈസ് എന്ന് പറയുന്നത് ഒക്ടാഹൈഡ്രൽ സിസ്റ്റം ആയിരിക്കും. അപ്പം നമുക്ക് ഒക്ടാഹൈഡ്രൽ ആണ് നോക്കേണ്ടത്. അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡ് D2 D7 ഒക്ടാഹൈഡ്രലും ലെഫ്റ്റ് സൈഡ് D3 D8 ഒക്ടാഹൈഡ്രലുമാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഓർഗൽ ഡയഗ്രത്തെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മോളിക്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, D8 ആണ് നമ്മുടെ മോളിക്കൂള്. അപ്പം നമ്മുടെ മോളിക്കൂള് D8 ഒക്ടാഹൈഡ്രലാണ്. അപ്പോൾ D8 ഒക്ടാഹൈഡ്രലാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ ഓർഗൽ ഡയഗ്രം, ഞാൻ വരച്ചിരിക്കുന്ന ഓർഗൽ ഡയഗ്രത്തിൽ A2 T1 T2 ഒക്കെയാണ്, G കാണുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ G ഉണ്ടാവില്ല. G എന്ന് പറഞ്ഞാൽ ജെറൈഡ് എന്ന് പറയുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് G എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് വരിക, സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഉള്ള സിസ്റ്റത്തിലെ G ഉണ്ടാവുള്ളൂ. അപ്പോൾ ടെട്രാഹൈഡ്രലും ഒക്ടാഹൈഡ്രലും നമ്മൾ ഒറ്റ ഓർഗൽ ഡയഗ്രാം ആണെങ്കിലും ടെട്രാഹൈഡ്രൽ നമ്മൾ G ഉപയോഗിക്കില്ല, ഒക്ടാഹൈഡ്രൽ ആണെങ്കിൽ G ഉപയോഗിക്കണം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ സംസാരിക്കുന്ന മോളിക്കൂൾ ഒക്ടാഹൈഡ്രൽ മോളിക്കൂളാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും G ഇടാം. T2G, A2G, T1G എന്നൊക്കെ ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ D8 സിസ്റ്റത്തിൻ്റെ ഓർഗൽ ഡയഗ്രാം. നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഉപയോഗിക്കേണ്ടത്. ഇതേപോലെ മോളിക്കൂൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് COCl 6 ടൈംസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ COCl 6 ടൈംസ് 4- എന്ന് പറയുന്ന ഒരു മോളിക്കൂളാണ് വന്നിരിക്കുന്നത്. നമുക്ക് D7 ഒക്ടാഹൈഡ്രൽ വരും. D7 ഒക്ടാഹൈഡ്രൽ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഓർഗൽ ഡയഗ്രാം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഐഡിയ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പം തന്നിരിക്കുന്ന മോളിക്കൂൾ എന്താണ്, D8 സിസ്റ്റമാണ്. അപ്പോൾ D8 ആകുമ്പോൾ നമ്മൾ ഈ ഓർഗൽ ഡയഗ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉപയോഗിക്കുമ്പോൾ ഏതിലാണ് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ പോസിബിൾ ആയിട്ടുള്ളത്, ഏറ്റവും ലോവസ്റ്റ് എനർജിയിൽ നിന്ന് മുകളിലോട്ടാണ് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. A2G to T2G, A2G to T1G, A2G to T1GP. ഇതാണ്. അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തത് P എന്ന് പറയുന്ന ടേമിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് ഇവിടെ T1G തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 3 എക്സൈറ്റേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എനർജി, ഏറ്റവും കുറവ് എനർജി ഉള്ളത് A2G to T2G ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്താണ്, എനർജിയാണ്. ഓക്കെ, ഇവിടെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും എനർജി കുറവുള്ളത് A2G to T2G ആണ്. പിന്നെ A2G to T1G വരും. പിന്നെ A2G to T1GP വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എനർജി കുറവുള്ളത് എന്താണ്, 11,200 സെൻറ്റിമീറ്റർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതിൻ്റെ യൂണിറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് എന്താണ്, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, വേവ് നമ്പർ ആണ് അല്ലേ. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എനർജിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇതേ സാധനം തന്നെ നാനോമീറ്റർ വേവ് ലെങ്ത് തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എനർജിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേവ് നമ്പർ തന്നുകൊണ്ട് എനർജിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ എനർജി ഓർഡർ തന്നെയായിരിക്കും വരിക. അപ്പം ഏറ്റവും എനർജി കുറവുള്ളത്, അതായത് 11,200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് A2G to T2G ആണ് വരേണ്ടത്. A2G to T1G, A2G to T1G അല്ല, A2G to T2G ആണ് വരേണ്ടത്. ഓക്കെ, അപ്പം A2G to T2G എവിടെയാണ് വരുന്നത് നോക്കുക, A2G to T2G. അപ്പം നമുക്ക് ഇത് വന്നിരിക്കുന്നത് ഇതിങ്ങനെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, A2G to T2G. അടുത്ത എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, അടുത്ത A2G to T1G ആണ്. A2G to T1G വരും. A2G to T1GF. അടുത്തത് A2G to T1GF വരണം. അടുത്തത് എന്താണ്, ഏറ്റവും എനർജി കൂടിയതിൽ A2G to T1GP ആണ്. A2G to T1GP 3 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് വരേണ്ടത് A2, B1, C3 വരണം. ഓക്കെ, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ A2 ആൻസർ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ A2 ഇങ്ങനെയാണ് വരേണ്ടത്.
2 ഇത് മൾട്ടി സെലക്ട് ക്വസ്റ്റൻ ആണ്. ദി കറക്റ്റ് മാച്ചസ് ബിറ്റ്വീൻ ദി അബ്സോർബൻറ്റ് മാക്സിമം ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒന്ന് കൂടുതൽ ശരിയുത്തരങ്ങൾ ഉണ്ടാവും. A2 B1 A2 ശരിയാണ്, B1 ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, A3 തെറ്റാണ്, C3. അപ്പം A2 B1 C3 ഇത് മൂന്നും ശരിയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഓർഗൻ ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് എന്നുള്ളത്. വളരെ സിമ്പിളാണ്. ഈ ഓർഗൻ ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ 10 ടൈപ്പ്, അതായത് D1 മുതൽ D10 വരെയുള്ള ഏത് മോളിക്യൂളിൻ്റെയും ഇലക്ട്രോണിക് സ്പെക്ട്രം എങ്ങനെയുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഓർഗൻ ഡയഗ്രാം. അപ്പോൾ അടുത്ത ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾ വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ.